നമസ്കാരം, എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. മനുഷ്യനെ സംബന്ധിച്ച് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നതാണ് പുരുഷാർത്ഥങ്ങളുടെ ക്രമം. ധർമ്മത്തിനനുസൃതമായി ജീവിക്കണം. ഒരു കാരണവശാലും ധർമ്മമര്യാദകളെ ലംഘിക്കരുത്. ധർമ്മത്തിൽ അടിയുറച്ച് വസിച്ചുകൊണ്ട് നല്ല പോലെ ധനം സമ്പാദിക്കണം. അലസരും മന്ദരുമായി നാം കഴിയരുത്. നമ്മുടെ ഓരോ ഗൃഹവും തന്നെ ധനയുക്തവും ഐശ്വര്യപൂർണവുമാകണം. ഓരോരുത്തരും ധനികരാകണം. ഇപ്രകാരം ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം അനുവദിക്കാവുന്നത്രയേ കാമിക്കാവൂ. കാമം വേണ്ടത് തന്നെയാണ്, എന്നാൽ അത് ധർമാധർമ്മങ്ങളിൽ അധിഷ്ഠിതമാണ്. അല്ലാത്ത കാമം ദുഃഖത്തെയേ തരൂ. അത് നമ്മെ കടക്കെണിയിൽ കുടുക്കും. ധർമാർത്ഥ കാമങ്ങളെ യഥായോഗ്യം ഉപയോഗിക്കുന്ന ആൾക്ക് ഈ ലോക ജീവിതം ക്രമമായി വിവേകവൈരാഗ്യങ്ങളെ പ്രദാനം ചെയ്യും. അപ്പോഴാണ് മോക്ഷം എന്ന പരമപുരുഷാർത്ഥത്തിലേക്ക് ഒരു ജീവൻ അധികാരിയാകുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ദക്ഷിണാമൂർത്തി സ്തോത്രം ആലപിക്കുന്നത് കേൾക്കാം. ഭൂരംഭാംസ്യനലോനിലോംബരമഹർ നാഥോ ഹിമാംശുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാദ് വിഭോഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഭൂരംഭാംസ്യനലോനിലോംബരമഹർ നാഥോ ഹിമാംശുഃ പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യത്തെ വിമൃശതാം യസ്മാത് പരസ്മാദ് വിഭോഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. പ്രപഞ്ചം 8 മൂർത്തികൾ ചേർന്നതാണ്. പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചവും സൂര്യചന്ദ്രന്മാരും ജീവാത്മാവുമാണ് 8 മൂർത്തികൾ. പ്രപഞ്ചം മുഴുവനും യാതൊരു ഈശ്വരൻ്റെ 8 മൂർത്തികളാണോ ആ പരമേശ്വരനിൽ നിന്നും അന്യമായി ഒന്നും തന്നെയില്ല. ശ്രീ ശങ്കരാചാര്യരുടെ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ഈ ഭാഗമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ
തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശാങ്കരകൃതികളിൽ ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ 8 ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു സാമാന്യമായിട്ട്. 9-ാം ശ്ലോകം ഭൂരംഭാംസ്യനലോനിലോംബരമഹർനാഥോ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ഭൂരംഭാംസ്യനലോനിലോംബരമഹർനാഥോ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം യസ്യൈവ മൂർത്യഷ്ടകം നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോഃ തസ്മൈ ശ്രീഗുരുമൂർത്തയേ നമ ഇദം ശ്രീദക്ഷിണാമൂർത്തയേ. ശിവൻ്റെ, പരമശിവൻ്റെ അഷ്ടമൂർത്തി സങ്കല്പത്തെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കുകയാണ്. ഭൂഹു ഭൂമി, അംഭാംസി ജലം, അനലഹ അഗ്നി, അനിലഹ വായു, അംബരം ആകാശം, പഞ്ചഭൂതങ്ങളായി. അഹർനാഥ, അഹർനാഥൻ സൂര്യൻ, അഹസ്സിൻ്റെ നാഥൻ. ഹിമാംശു ചന്ദ്രൻ, ഹിമമായ തണുത്ത അംശുക്കളോട് രശ്മികളോട് കൂടിയവൻ ചന്ദ്രൻ. പുമാൻ ജീവാത്മാവ്. ഇത് ഇപ്രകാരം യസ്യൈവ മൂർത്യഷ്ടകം ചരാചരാത്മകം ഇതമാഭാതി. യാതൊരുവൻ്റെ മൂർത്യഷ്ടകം 8 മൂർത്തികൾ ചേർന്ന ഭാവം പ്രകാശിക്കുന്നുവോ. ആചാര്യന്മാർ പല പ്രകാരത്തിൽ ഈ പ്രപഞ്ചത്തെ നോക്കിക്കണ്ടു. സാമാന്യ ലൗകിക ദൃഷ്ടിയ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോൾ എണ്ണമറ്റ ഘടകങ്ങളോട് കൂടിയതാണിത്. ഒന്നിനൊന്ന് വിലക്ഷണമാണെല്ലാം, ഒന്നിനെപ്പോലില്ല മറ്റൊന്ന്. അങ്ങനെ നോക്കുമ്പോൾ കോടിക്കണക്കിന് ഘടകങ്ങൾ ചേർന്നതാണ് ഈ പ്രപഞ്ചം. അത് ശരിയാണ് ആ ദൃഷ്ടിയിൽ. ഇനി വേറൊരു ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം അഖിലവും പഞ്ചഭൂതാത്മകമായതുകൊണ്ട് 5 ചേർന്നതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ. അതും ശരിയാണ്. ഇനി വേറൊരു ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ത്രിഗുണങ്ങൾ ചേർന്നതാണ്. സത്വരജസ് തമോ ഗുണങ്ങളാണ് ഈ പ്രപഞ്ചം അഖിലവും. അതും ശരിയാണ്. ഇനി ഈ പ്രപഞ്ചത്തെ അഖിലവും രയി പ്രാണാത്മകമായി നോക്കുന്ന കാഴ്ചപ്പാടുണ്ട്. ദ്രവ്യം, ഊർജം എന്നിങ്ങനെ. ഈ കാഴ്ചപ്പാടുകളൊക്കെ വിഭിന്നങ്ങളാണെങ്കിലും എല്ലാം അതത് തലത്തിൽ ശരിയാണ്. പ്രകൃതി പുരുഷാത്മകമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നു. ഇങ്ങനെയുള്ള അനേക കാഴ്ചപ്പാടുകളിൽ ശൈവമായിരിക്കുന്നൊരു കാഴ്ചപ്പാടാണ് ഈ പ്രപഞ്ചമഖിലവും അഷ്ടമൂർത്തിയാണെന്നുള്ളത്. അഷ്ടമൂർത്തിയാണ് ഈ പ്രപഞ്ചം. ശ്രുതി പുരുഷയേവ ഇദം സർവം, ഇതെല്ലാം പൂർണ്ണനാണെന്ന് പ്രഖ്യാപിക്കും. ബ്രഹ്മൈവേദം സർവം, ഇതെല്ലാം ബ്രഹ്മമാണെന്ന് പ്രഖ്യാപിക്കും. ഇതെല്ലാം ശിവമയമാണ്. ഇതെല്ലാം ശിവമയമാണെന്ന് പറയുമ്പോൾ ആ ശിവൻ്റെ, പരമാത്മാവിൻ്റെ, ബ്രഹ്മത്തിൻ്റെ ആവിഷ്കാരമാണിതെല്ലാം. ആ ആവിഷ്കാരത്തെ
8 മൂർത്തികൾ ചേർന്നതായിട്ട് കൽപ്പിച്ചു. ഒന്നാമതായി പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. നമുക്കറിയുന്ന ഭൗതിക വസ്തുക്കളൊക്കെ തന്നെ ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണ്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് സൂര്യനും ചന്ദ്രനുമുണ്ട്. അവയും പഞ്ചഭൂതാത്മകമാണ് എന്നുള്ളത് ശരി തന്നെ, പക്ഷെ നമുക്കറിയില്ല. അതിനെ മാറ്റിവെച്ചു. സൂര്യൻ, ചന്ദ്രൻ, ഇതിനെല്ലാം അനുഭവിക്കുന്ന ജീവാത്മഭാവം, ഈ 8 എണ്ണത്തിന് ചേർന്നിട്ടാണ് അഷ്ടമൂർത്തി എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ജീവാത്മ, ഈ 8 ചേർന്നതാണ് അഷ്ടമൂർത്തി. അഷ്ടമൂർത്തിയാണ് ശിവൻ. 8 മൂർത്തികളോടൊത്തവനാണ് ശിവൻ. അതാണ് ശിവൻ്റെ അഷ്ടമൂർത്തി സങ്കല്പം. അപ്പം അതിനെ മുൻനിർത്തിയിട്ടാണ് ഇവിടെ പറയുന്നത്, ഭൂരംഭംസ്യനലോ നിലോംബരമഹർനാഥോ ഹിമാംശു പുമാൻ. ഇത് ഇപ്രകാരം ചരാചരാത്മകം യസ്യൈവ മൂർത്യഷ്ടകം ആഭാതി. ആരുടെ അഷ്ടമൂർത്തി രൂപമാണോ ചരാചരാത്മക പ്രപഞ്ചമായിട്ട് പ്രകാശിക്കുന്നത്, കാണപ്പെടുന്നത്. അപ്പോൾ ചരാചരാത്മക എന്ന് പറയുമ്പോഴത്തേക്ക് അനന്തങ്ങളായ ഘടകങ്ങളോട് കൂടിയതാണ്, എണ്ണമറ്റ ഘടകങ്ങളോട് കൂടിയതാണ്. എന്നാൽ എണ്ണമറ്റ ഘടകങ്ങളോട് കൂടിയ പ്രപഞ്ചമഖിലവും ഈ പറഞ്ഞ 8 മൂർത്തികളാണ്. അതിലൊതുക്കാൻ കഴിയും. അപ്പോൾ വിപുലതയാർന്ന പ്രപഞ്ചത്തെ നോക്കി പറയുകയാണ്, ഈ ചരാചരാത്മകമായത് വാസ്തവത്തിൽ അഷ്ടമൂർത്തിയാണ്, 8 മൂർത്തികളായി പിരിച്ചതാണ്. എന്നാൽ വിചാരം ചെയ്യുമ്പോഴോ ഏകമാണ്, അദ്വൈതമാണ്. അവിടെ 8 വിഭജിച്ച് പറയേണ്ടതില്ല. ആ വിഷയമാണ് തുടർന്ന് നമുക്ക് ചിന്തിക്കാനുള്ളത്. അടുത്ത പ്രാവശ്യമാവട്ടെ. തുടർന്ന് സനാതനധർമ്മം. മായാമോഹിതരായി സത്യാസത്യങ്ങൾ വേർതിരിച്ചറിയാത്തവരായി ധർമാധർമ്മങ്ങളെക്കുറിച്ച് വിവേകമില്ലാത്തവരായി എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയാതെ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. വിപരീത സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. ഈ വിഷയം ഭാഗവതത്തിലൂടെ വിവരിക്കുകയാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. വസുദേവരുടെ മുമ്പിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ ദർശനം കണ്ടിട്ട് ഇപ്രകാരം വസുദേവരെ സ്തുതിച്ചു എന്ന് പരീക്ഷിത്തിനോട് ശ്രീശുക ഭഗവാൻ പറയുകയാണ്. വിദിതോസി ഭവാൻ സാക്ഷാത് പുരുഷ പ്രകൃതേഹ പരഃ കേവലാനുഭവാനന്ദസ്വരൂപ സർവബുദ്ധിതിർ. പറയാണ്, പ്രകൃതേഹ, പ്രകൃതിയിൽ നിന്ന്, പരം, പരനും, അനുഭവാനന്ദസ്വരൂപ, കേവലമായിരിക്കുന്ന അനുഭവവും ആനന്ദവും ആകുന്ന സ്വരൂപത്തോടു കൂടിയവനും, സർവബുദ്ധിദൃക്, സർവരുടെയും ബുദ്ധിയിലുണ്ടായിരിക്കുന്ന വൃത്തികളെ കാണുന്നവനും, പുരുഷക, ഉത്തമ പുരുഷനുമായ ഭവാൻ, അങ്ങ് സാക്ഷാത് പ്രത്യക്ഷമായി വിദിതഃ, അറിയപ്പെട്ടവനായി അസി ഭവിക്കുന്നു. ഈശ്വരൻ പ്രത്യക്ഷനാക്കപ്പെട്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. തനിക്ക് ദർശനമരുളി എന്നുള്ളതാണ്. ഈശ്വര സാക്ഷാത്കാരം തന്നെ നേടി. ക്ലേശപൂർണമായ കാരാഗ്രഹവാസത്തിൻ്റെ അന്തിമദശയിൽ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ അധിവസിക്കുകയും അവിടെ നിന്ന് ജനിക്കുകയും ചെയ്തപ്പോൾ സർവ സർവത്യാഗങ്ങളുടെയും അന്തിമ ഫലമായി ഭഗവത് ദർശനം വസുദേവർക്കും ദേവകിക്കും ഉണ്ടായി. എല്ലാ കർമ്മങ്ങളും ക്ലേശപൂർണമാകുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ഭക്തമനസ്സുകൾ അന്തിമത്തിൽ ഭഗവത് ദർശനം ലഭിച്ചിരിക്കും. ക്ലേശത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് ആത്മഹത്യയോ മറ്റൊന്നും ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്. ഭാഗവതം ഈ കാര്യം വളരെ വെളിപ്പെടുത്തി എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. നിങ്ങളുടെ പ്രതിസന്ധി കാലങ്ങളിൽ മനസ്സിന് പിരിമുറുക്കങ്ങൾ വരുമ്പോൾ, മനസ്സിന് ബലഹീനത വരുമ്പോൾ ആത്മഹത്യയോ അല്ലെങ്കിൽ തത്തുല്യമായ മറ്റെന്തെങ്കിലും കർമ്മമാർഗങ്ങളോ അനുഷ്ഠിക്കരുത്. മറിച്ച്
അതിനെ അതിജീവിക്കാൻ ശ്രമിച്ചെടുത്ത് എന്തേ പ്രകൃതിയിൽ നിന്ന് പരനും അത്യുത്കൃഷ്ടനായിരിക്കുന്ന ഭഗവാൻ, കേവലാനുഭവാനന്ദ സ്വരൂപമായിരിക്കുന്നവൻ, കേവല അനുഭവവും ആനന്ദവും ആയി ഇരിക്കുന്നവൻ. അനുഭവമാണ് ഭഗവാൻ എന്നുള്ളത്. ആ അനുഭവത്തിനോടൊപ്പം ചേർത്ത് വെച്ചിരിക്കുന്ന പദം ഏതാണ്? ആനന്ദം. എവിടെ ഭഗവത് അനുഭവം ഉണ്ടാകുന്നോ അവിടെ നോക്കിക്കോ, എന്താണ്? ആത്യന്തിക ദുഃഖനിവൃത്തിയാണ് ഉണ്ടാകുക. അശേഷം ദുഃഖമേ അസ്തമിച്ചു പോകും. അവിടെ യാതൊരുവിധ ശാരീരിക ക്ലേശങ്ങളില്ല, മാനസിക പിരിമുറുക്കങ്ങളില്ല, ദ്വന്ദ്ഭാവങ്ങളില്ല, മനുഷ്യന് ഉണ്ടാകുന്ന തരത്തിലുള്ള യാതൊരു വ്യാകുലതകളുമില്ല. മറിച്ച് എന്താ ഉള്ളത്? അനുഭവവും ആനന്ദവും അവിടെ ഉണ്ടാവും. ഈശ്വരൻ സാക്ഷാൽ പ്രത്യക്ഷമായി നിൽക്കുന്ന വസുദേവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അനുഭവവും അതിൻ്റെ അടുത്ത പടിയായിട്ട് നിൽക്കുന്ന ആനന്ദവും. എവിടെ അനുഭവം ഇരിക്കുന്നോ അവിടെ ആനന്ദമുണ്ട്. എവിടെ ഭഗവാന്റെ കേവലമായിരിക്കുന്ന അനുഭവമുണ്ടോ അവിടെ ആനന്ദം ലഭിക്കും. നിങ്ങൾക്ക് എത്ര കണ്ണടച്ചാൽ ഇരുട്ടാകുന്നോ അത്രയും കാലം ഭഗവാനെ കാണാൻ കഴിയില്ല. കണ്ണടയ്ക്കുമ്പോൾ കണ്ണ് തുറന്ന് കണ്ട ഭഗവാനെ കാണാൻ സാധിക്കുമ്പോഴാണ് അവിടെ അനുഭവവും ആനന്ദവും ഒരുമിച്ച് സമ്മേളിക്കുന്നത്. സ്വരൂപത്തോടു കൂടിയവനും സർവബുദ്ധിദൃക്, സർവരുടെയും ബുദ്ധിവൃത്തികളെ കാണുന്നവൻ, സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നവനാണ് ഭഗവാൻ. എല്ലാ ബുദ്ധിയിലുമുണ്ട്, എല്ലാ മനസ്സിലുമുണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഓരോരുത്തരുടെയും ബുദ്ധിക്കകത്തിരിക്കുന്ന ഓരോ പ്രവൃത്തികളെയും നിരീക്ഷിക്കുന്നവനായിരിക്കുന്ന, സാക്ഷിയായിരിക്കുന്നവനാണ് ആ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ആ ഭഗവാൻ ഇതെല്ലാം അനുഭവിച്ച് അറിയുന്നവനുമാണ്. പുരുഷൻ ഉത്തമ പുരുഷനാണ്. അങ്ങനെ എല്ലാവരുടെയും മനസ്സിനകത്തിരിക്കുന്നവൻ, എല്ലാ ബുദ്ധിവൃത്തികളിലും ഇരിക്കുന്നവൻ ഉത്തമ പുരുഷനാണ്. ഏതെങ്കിലും ഒരിടത്ത് മാത്തിരിക്കുമ്പോൾ മാത്രമേ അതെന്താവുകയുള്ളൂ? സങ്കുചിതമാകുകയുള്ളൂ. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരിക്കലും എന്താ? ഒരതിരില്ലാത്തതാണ്. അതിരുള്ളതിനെന്തായിരിക്കും? നാശം ഉണ്ടാവും. അതിരില്ലാതെ സർവ്വവ്യാപിയായി സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് സ്വരൂപം ആനന്ദ അനുഭവം കൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് അത് പുരുഷഃ, ഉത്തമ പുരുഷനുമായിരിക്കുന്നു. ആ ഭഗവാൻ അങ്ങ് ഞാൻ ആഗ്രഹിക്കാതെ എത്രയോ കാലമായിട്ട് കംസൻ്റെ ദുഷ്ടപ്രവൃത്തി കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നു. ബന്ധുമിത്രാദികളെപ്പോലും ഒന്ന് കാണാൻ പറ്റുന്നില്ല, പിതാക്കന്മാരെ കാണാൻ പറ്റുന്നില്ല. ആരോടും സ്ത്രീ എന്ന നിലയ്ക്ക് ദേവകിയോട് കാണിക്കുന്ന ക്രൂരത എന്താണ്? അതിക്രൂരതയാണ്. കാല് രണ്ടും ബന്ധിച്ചിരിക്കുകയാണ്, ഒരടി മുന്നോട്ട് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥ. ആ ക്ലേശത്തിൻ്റെ നടുക്കും സാധുവായിരിക്കുന്ന ദേവകി ഒരിക്കൽ പോലും ഭഗവാനെ വിസ്മരിച്ചിട്ടില്ല. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ചങ്ങലകളിൽ നിന്നും മോചിക്കപ്പെടാമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. ഇതാണ് പഴയകാലത്തെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സൃഷ്ടി വൈഭവം എന്ന് പറയുന്നത്. അവർ ഏത് നരകത്തിൽ കഴിയട്ടെ, അവർക്കൊരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ആ ശുഭപ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കംസൻ്റെ ആരുടെയെങ്കിലും പ്രവൃത്തി കാണുമ്പം നമ്മുടെ മനസ്സാകെ പതറിപ്പോകുന്നത്. അടിമുടി പതറുകയാണ്. ഒരു ചെറിയ പതർച്ചയല്ല, മൊത്തത്തിലുള്ളൊരു പതർച്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷേ പഴയ കാലത്ത് എത്രയധികം ക്ലേശങ്ങൾ, എത്രയോ സൗഭാഗ്യങ്ങൾക്ക് നടുക്ക് കഴിഞ്ഞ രാജപുത്രിയാണ് ദേവകി. പക്ഷേ എന്തു ചെയ്യാം? ആ സൗഭാഗ്യങ്ങളെല്ലാം നിമിഷ നേരം കൊണ്ട് വലിച്ചെറിയല്ല, അതെല്ലാം പിടിച്ചു വാങ്ങിച്ചിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടതാണ് നിർബന്ധപൂർവം. അത് അന്യരല്ല, സ്വന്തം സഹോദരൻ. ആരിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ എപ്പോൾ വേണേലും പ്രതീക്ഷിക്കാമെന്നുള്ളൊരു സന്ദേശം കൂടി ഭാഗവത് ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. നമുക്ക് ചുറ്റിനും കാണുന്നവരുടെ മനോഹാരിത കണ്ട് ആഹ്ലാദിക്കേണ്ട. ആരിൽ നിന്നും ഏത് പ്രവൃത്തി വന്നാലും അതിനെയൊക്കെ സഹിക്കാനുള്ള മനക്കരുത്ത് ഈശ്വരനാമം ജപിക്കുമ്പോഴും ഈശ്വരാനുഗ്രഹം കൊണ്ടും ഓരോരുത്തർക്കും സാധിക്കും എന്നുള്ള കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. സാക്ഷാത് പ്രത്യക്ഷനായിട്ട് അല്ലയോ ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ വന്നു, അറിയപ്പെട്ടിരിക്കുന്നു, അനുഭവിക്കപ്പെട്ടിരിക്കുന്നു, അസി ഭവിക്കുന്നു. മനസ്സിലായല്ലോ? ഭഗവാൻ നമ്മുടെ മുമ്പിൽ ഭവിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? പ്രത്യക്ഷനായിട്ട്. അതുകൊണ്ട് ഇരുട്ടില്ല, അർദ്ധരാത്രിയാണെങ്കിലും ഇരുട്ടില്ല, പ്രകാശം മാത്രമേ ഉള്ളൂ. അവിടെ ആരെയും ഭയക്കേണ്ട. എന്തുകൊണ്ട്? ഭഗവാനാണ് അരികത്ത്, ഭഗവാന്റെ സംരക്ഷണമാണ് നമ്മളിലുള്ളത്. നമുക്കോരോരുത്തർക്കും ആ ഭഗവത് സംരക്ഷണം ഉണ്ടെങ്കിൽ ഭഗവത് അനുഗ്രഹം എപ്പോഴും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.
അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.